പൂച്ചയെ വളർത്തുമ്പോൾ അതിന് താമസിക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. പശുവിനെ വളർത്തുകയാണോ, അതിന് കിടക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതെവിടെയാണ് അതിൻ്റെ സൗകര്യം? പശുവിന് തൊഴുത്തുണ്ടാക്കേണ്ടത് എവിടെയാണ്? പൂച്ചക്ക് കൂട് കെട്ടി കൊടുക്കേണ്ടത് എവിടെയാണ്? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല. ഒരു പശുവിനെ ഒരു ഭൂമിയിൽ ഫ്രീ ആയിട്ട് വിടുക. എവിടെയാണോ പശു പോയി കിടന്നത് അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട്? പശുവിൻ്റെയും ഈ മൃഗങ്ങളുടെ എല്ലാറ്റിൻ്റെയും കാലിനടിയിലെ കുളമ്പിൽ ഭൂമിയിലെ നീരൊഴുക്കിനെ പറ്റി, ഭൂമിയുടെ നീരൊഴുക്കിൻ്റെ സഞ്ചാരത്തെപ്പറ്റി അറിയാൻ ഉള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് നമ്മെപ്പോലെ വീഴാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കൈയില്ല. അപ്പോൾ അവർക്ക് നിൽക്കുന്ന നിപ്പിൽ നീരൊഴുക്കിനനുസരിച്ചാണ് അവർ നിൽക്കുക. അപ്പോൾ ആ നൃത്തത്തിൽ പശു പോയിട്ടൊരു സ്ഥലത്ത് കടന്നാൽ അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. പൂച്ച നമ്മുടെ വീട്ടിൽ എവിടെയാണ് പോയി ഒഴിഞ്ഞ് കിടക്കാറുള്ളത് അവിടെയാണ് പൂച്ചക്ക് കൂടെ ഒഴുക്കേണ്ടത്. അപ്പം നമ്മളൊരു ജീവിയെ വളർത്തുകയാണ്. ആ വളർത്തു മൃഗത്തിന് ദാഹത്തിന് വെള്ളം കിട്ടിയോ, ആ വളർത്തു മൃഗത്തിന് വിശപ്പിന് ഭക്ഷണം കിട്ടിയോ, ആ വളർത്തു മൃഗത്തിന് ഉറങ്ങാൻ സൗകര്യപ്പെട്ടോ, ഇതൊക്കെ അറിയുന്നവർ മാത്രമേ വളർത്തേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളതിനെ ഉപദ്രവിക്കേണ്ട, കയറൂരി വിട്ടേക്കൂ, അത് സ്വയമായി ജീവിച്ചുകൊള്ളൂ. പൂച്ചയെയോ പശുവിനെയോ ആടിനെയോ ഒക്കെ നമ്മൾ വളർത്തുകയാണ്. വളർത്തുമ്പോൾ അതിന് ഗർഭമായി, ഗർഭിണിയാകുമ്പോൾ അതിന് ശുശ്രൂഷ വർദ്ധിക്കണം. ഏതൊരു ജീവിയും ഗർഭിണിയാകുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ട പരിഗണന, നല്ല വാക്ക്, നല്ല ആഹാരം, നല്ല സൗകര്യം മാത്രമല്ല, ഒരു പൂച്ചയാണെങ്കിൽ അതിന് പ്രസവത്തിൻ്റെ സമയം അടുക്കുമ്പോൾ അതിന് നിർഭയമായി പ്രസവിക്കാൻ കഴിയണം. പ്രസവത്തിൻ്റെ സമയത്ത് ആ പൂച്ചക്ക് വേറെ ആരെയും പേടിക്കാതെ, പാമ്പ് വരും എന്ന പേടിയില്ലാതെ, പട്ടി വരും എന്ന പേടിയില്ലാതെ, വേറെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമെന്ന ഭയമില്ലാതെ സ്വസ്ഥമായി പ്രസവിക്കാൻ സൗകര്യപ്പെടുന്ന സ്ഥലം അതിന് ചെയ്തു കൊടുത്തേ മതിയാകും. ദഖലത്ത് ഇംറഅത്തുൻ നാർ. പൂച്ചയെ വളർത്തിയിട്ട് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട പെണ്ണ് നരകാവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ജീവജാലങ്ങളൊക്കെ. അതിനെ സ്വതന്ത്രമായി വിടുക, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി.